ഹായ് കൂട്ടുകാരെ, അങ്ങനെ ദാ നമ്മുടെ ക്രിസ്മസ് ഇങ്ങ് എത്താറായല്ലേ. എല്ലാ വർഷവും ക്രിസ്മസ് ആയിക്കഴിഞ്ഞാൽ എനിക്ക് പുൽക്കൂട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. അങ്ങനെ ദാ നമ്മുടെ ഈ കുഞ്ഞു പ്രതിമകൾ ഞാൻ അങ്ങനെ ഒരു 8 വർഷം മുന്നേ വാങ്ങിയതാണ്. ഈ പ്രാവശ്യം നമ്മൾ പുൽക്കൂടൊക്കെ റെഡിയാക്കാൻ വേണ്ടി ഇതിങ്ങനെ പുറത്തെടുത്ത സമയത്ത് നോക്കിയപ്പോൾ കുറച്ച് കളറൊക്കെ പോയിരിക്കുന്നു, അവിടെ ഇവിടെയൊക്കെ കളറൊക്കെ പോയിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ അച്ചു ഇത് കണ്ടപ്പം പറഞ്ഞു, ഇത് ഞാനൊന്ന് കളർ അടിച്ചാലോ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ഇതെല്ലാം കൂടി ഞാൻ തരുന്നില്ല, ദാ ഈ ഒരു പ്രതിമ നീ ഒന്ന് കളറടിച്ച് നോക്കൂ, ഒരുവിധം നന്നായി കളറടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ബാക്കിയുള്ളതും കൂടി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ദാ അവൾ അവിടെ പണി തുടങ്ങിയിട്ടുണ്ട്. വളരെ ശ്രദ്ധിച്ചൊക്കെയാണ് ആൾ കളറടിക്കുന്നത്. അയാൾക്ക് കളറടിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. എങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് കുറച്ച് സമയം അതിങ്ങനെ കളറടിച്ചുകൊണ്ട് അവിടെ ഇരിക്കുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട്. കുറച്ച് നേരമായി അവിടെ തുടങ്ങിയിട്ട്, പക്ഷെ കുഴപ്പമില്ലാതെ അടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാൻ നോക്കിയപ്പോഴൊക്കെ അവിടെ നിന്ന് നല്ല ശ്രദ്ധിച്ച് അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ബാക്കിയുള്ളതും കൂടി കൊടുക്കാം എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു ആലോചന. അങ്ങനെ നോക്കിയപ്പം ഒരുവിധം കളർ അടിച്ച് കഴിയാറായിട്ടുണ്ട്, പക്ഷെ മുഖത്തെയൊക്കെ കുറച്ചും കൂടി അടിക്കാനുണ്ട്. അങ്ങനെ രാത്രി ആയപ്പോഴാണ് കേട്ടോ ദാ ഇതുപോലെ ഒന്ന് കളറടിച്ച് ഫുള്ളായത്. എങ്കിലും കുഴപ്പമില്ല എന്ന് തോന്നിയപ്പോൾ ഞാനെങ്കിൽ ബാക്കിയുള്ളതും കൂടി കളറടിച്ചോളൂ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആൾക്ക് ഒറ്റയ്ക്ക് പറ്റില്ല എന്നും പറഞ്ഞ് അച്ഛനെയും കൂടി വിളിച്ചിരുത്തിയിട്ട് 2 പേരും കൂടിയാണ് ഇപ്പോൾ കളറടിക്കുന്നത്. പക്ഷേ ഇത് കളറടിക്കുന്നതല്ല കേട്ടോ പ്രശ്നം. നമ്മളിതിങ്ങനെ ഉണങ്ങാൻ വെക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ കൈകൊണ്ട് എടുക്കുമല്ലോ, അങ്ങനെ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ കളറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മിക്സായി അതിൻ്റെ ആ മുഖത്തെ ആ ഫിനിഷിങ് അങ്ങോട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. ആദ്യം അടിച്ച സമയത്ത് കുറച്ച് നല്ലതായിരുന്നു, പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എടുത്ത് മാറ്റിയ സമയത്ത് കുറച്ചൊന്ന് ആ കളറൊക്കെ ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. എങ്കിലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിതാ നമ്മുടെ പഴയ പുൽക്കൂടൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് ഡെക്കറേഷൻ ചെയ്ത് നമുക്ക് ഈ കുഞ്ഞു പ്രതിമകളൊക്കെ ഇതിനകത്ത് വെക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ ചെറിയൊരു പുൽക്കൂട്. ഇനി ഇതിനകത്ത് കുറച്ച് ഐറ്റംസും കൂടെയൊക്കെ വെക്കാനുണ്ട്. അതൊക്കെ നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണിക്കാമേ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ബൈ.